ഇവിടെ ആരുടെ അനക്കമൊന്നുമില്ലല്ലോ. എല്ലാരും എവിടെ പോയി? എടീ എടീ, ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നീ ആഹാരം എടുത്തു പോയേ. ഭക്ഷണം എടുത്ത് വെച്ചോടി. ആ, എടുത്തു വെച്ചിട്ടുണ്ട്. എടീ, ആഹാരം ഒരാൾക്ക് എടുത്തു വെച്ചിട്ടുള്ളൂ, നീ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. അതെന്താണ് നീ നേരത്തെ കഴിച്ചത്? എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടും കിടന്നു. സാധാരണ എത്ര വിശന്നാലും എത്ര ഉറക്കം വന്നാലും ഞാൻ വരാതെ കഴിക്കാത്തവളാണല്ലോ നീ. ഇന്ന് എന്ത് പറ്റി നിനക്ക്? എന്തോ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ. എനിക്കൊന്നും പറ്റിയില്ല. നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് കയറി കിടക്കാൻ നോക്ക്. ഓ ശരി ശരി, ഞാനൊന്നും ചോദിക്കുന്നില്ലേ. വേണ്ട വേണ്ട, നിങ്ങളൊന്നും പറയണ്ട, ഞാൻ പറയാം. എന്തുവാടി മനസ്സിൽ വെച്ച് സംസാരിക്കാതെ കാര്യം പറ. നിങ്ങൾ കൊണ്ട് പണയം വെച്ച എന്റെ സ്വർണ്ണം എന്തിയേ? എടി, ഇവിടെ അങ്ങനെ എന്റേത് നിന്റേത് എന്ന് വല്ലതും ഉണ്ടോ? ഈ കാണുന്നതല്ല നമ്മുടേതല്ലേ? ഈ കാണുന്നതൊക്കെ നമ്മുടേതായിരിക്കും. പക്ഷെ എന്നെ കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടപ്പോഴേ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്ന സ്വർണ്ണമാണ്. എടി, അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതുകൊണ്ട്. ഓ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന് കണക്കുണ്ട്, ബാക്കി ഒന്നിനും കണക്കില്ല. ഓ, കഴിക്കാതിരിക്കുമ്പോ തുടങ്ങും അവിടെ ഒരു കുണുണ പറച്ചില്. അല്ലാതെ ഇപ്പൊ എപ്പ പറയാനാ? എന്തെങ്കിലും ഒന്ന് മിണ്ടി കഴിഞ്ഞാൽ ഉടനെ ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് എണീറ്റ് അങ്ങ് പോകും. ഇതിനൊക്കെ ഇപ്പൊ എന്താ വേണ്ടേ? നിന്റെ പണയം വെച്ച സ്വർണം എടുത്തു തരണം, അത്രയല്ലേ ഉള്ളൂ. എനിക്കൊരല്പം സാവകാശം എന്താ? ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. നിങ്ങളുടെ എന്ത് പൂച്ചളയാ ഉള്ളത്? നിങ്ങൾ എന്നെടുത്ത് തരാനാ? എടി, ഒരു സാധാ വെൽഡിംഗ് വർഷവും നടത്തിക്കൊണ്ടിരുന്നവനല്ലയോ ഞാൻ. സാധനങ്ങളുടെ വില കൂടുന്നത് കണ്ട് നിന്റെ അനുവാദത്തോടും കൂടിയാണ് ഞാൻ കുറെ ഇരുമ്പ് സാധനങ്ങളെല്ലാം കൂടെ ഇറക്കി വെച്ചത്. എന്നിട്ട് എന്തായി? എടി, എന്റെ കുറ്റം കൊണ്ടാണോ സാധനത്തിന്റെ വില പെട്ടെന്ന് കുറഞ്ഞു? പിന്നെ കടം വാങ്ങിച്ചുകൊണ്ട് വേറെ പൈസ തിരികെ തന്നില്ല, അതുകൊണ്ടല്ലേ എനിക്ക് നിർത്തേണ്ടി വന്നത്. ഓ, അന്ന് എന്തൊക്കെ പുകിലായിരുന്നു. ഈ കച്ചവടം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മാസം 14,000 രൂപ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് കയ്യിലിരിക്കും. 2 മാസം കൊണ്ട് പണയം വെച്ചേക്കുന്ന സ്വർണം നമുക്ക് തിരിച്ചെടുക്കാം, പിന്നെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. അങ്ങനെയൊക്കെയാ വിചാരിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് എടുത്ത് തന്നതാ എന്റെ സ്വർണം. ഇപ്പൊ 4,000 രൂപ പോയിട്ട് 400 രൂപ എടുക്കാനില്ല. ഇത്തിരി വിഷം വാങ്ങിക്കാൻ നിങ്ങളുടെ ഈ പൈസ ഉണ്ടോ? എടി, നീ ഇങ്ങനെ ശവത്തി കുത്തുന്ന പോലെ സംസാരിക്കാതെ. നിന്റെ സ്വർണ്ണം ഒഴികെ ബാക്കിയുള്ള കടങ്ങളെല്ലാം ഞാൻ ഏകദേശം വീട്ടിയില്ലേ. ഇവിടെ എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ? ഹേയ്, ഒന്നിനും ഒരു കുറവില്ല. എത്ര നന്നായി ജീവിച്ചതാ. എന്റെ ഈ കാശുള്ളപ്പോ ഞാൻ എല്ലാവർക്കും നല്ലവനായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം. പണമില്ലാത്തവൻ പിണമെന്ന് പണ്ടുള്ളവർ പറയുന്നതേ വെറുതെയല്ല. പിന്നെ പണം വേണ്ടേ? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പൈസ വേണം. കാശില്ലാതെ ഈ ലോകത്തിൽ ഒന്നും നടക്കില്ല. അതേടി, കാശില്ലാതെ ഒന്നും നടക്കത്തില്ല. പണമില്ലെന്ന് പറയുമ്പോൾ കാമുകനെ ഉപേക്ഷിക്കുന്ന കാമുകി, ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഭാര്യ, അച്ഛന്റെ വരുമാനം നിലയ്ക്കുമ്പോൾ അച്ഛനെ ഉപേക്ഷിക്കുന്ന മക്കള്. ഇങ്ങനെ പോകുന്നു ജീവിതം. ഞാൻ അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. എന്റെ സ്വർണം നഷ്ടപ്പെടുമെന്ന് ഓർത്തപ്പോ ഞാൻ പറഞ്ഞു പോയതാ. നിനക്ക് എന്നെക്കാൾ വലുത് നിന്റെ സ്വർണ്ണമാണല്ലേ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഒരു പെണ്ണിന് അവളുടെ സ്വർണം നഷ്ടപ്പെട്ടപ്പോ ഉണ്ടായ ഫീലിംഗ് ആയിട്ട് കരുതിയാ മതി. എടി, ഞാനൊരു മദ്യപാനിയോ ആഭാസനോ ആയിരുന്നെങ്കിൽ നിനക്ക് എന്നെ ശിക്ഷിക്കാമായിരുന്നു. പക്ഷെ സ്വന്തം വീടിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർക്ക് ഒരു വീഴ്ച വരുമ്പോഴേ സ്വന്തം ഭാര്യ കൂടി അവരുടെ കൂടെ നിന്നെങ്കിൽ അവരെങ്ങനെ താങ്ങൂടി? ചേട്ടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക്. സന്തോഷങ്ങളിൽ മാത്രമല്ല സങ്കടങ്ങളിലും ഭാര്യയും ഭർത്താവും ചേർന്ന് നിൽക്കണം. ശരിയാ ചേട്ടാ, ഒരു വീട്ടിൽ സന്തോഷം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കും. എന്നിരുന്നാലും പണം ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി എന്റെ അടുത്ത ലക്ഷ്യം പണയം എടുക്കുക എന്നുള്ളതാണ്. വേണ്ട ചേട്ടാ, എന്റെ ഒരു പൊട്ടത്തരത്തിന് ഇതെല്ലാം പറഞ്ഞതല്ലേ. ചേട്ടൻ കഷ്ടപ്പെട്ടിട്ടല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇനി കാശുണ്ടാകുമ്പോ സ്വർണ്ണം എടുത്ത് തന്നാ മതി. അതിനുവേണ്ടി ഇനി ടെൻഷനൊന്നും ആവണ്ട. ഇനി ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിക്കത്തില്ല കേട്ടോ. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട ഒന്നാണ് പണം. പണത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാം. വളർച്ചയിൽ എന്ന പോലെ തളർച്ചയിലും കൂടെ ഉണ്ടാകുന്നവളാണ് യഥാർത്ഥ ഭാര്യ. അവിടെ സന്തോഷം എപ്പോഴും ഉണ്ടാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ.